അധ്യായം 8 18 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ. ദഹനബലിക്കുള്ള മുട്ടാടിനെ അവൻ കൊണ്ടുവന്നു. അഹ്റോനും പുത്രന്മാരും അതിൻ്റെ തലയിൽ കൈകൾ വെച്ചു. മോശ അതിനെ കൊന്ന് രക്തം ബലിപീഠത്തിന് ചുറ്റുമൊഴിച്ചു. അതിനെ കഷ്ണങ്ങളായി മുറിച്ച് തലയും കഷ്ണങ്ങളും മേധസ്സും ദഹിപ്പിച്ചു. കർത്താവ് കൽപ്പിച്ചിരുന്നതുപോലെ മോശ അതിൻ്റെ ആന്തരിക അവയവങ്ങളും കാലുകളും വെള്ളത്തിൽ കഴുകി അതിനെ മുഴുവനും അവിടത്തേക്ക് പ്രീതിജനകമായ സൗരഭ്യം നൽകുന്ന ദഹനബലിയായി ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിച്ചു. അവൻ മറ്റേ മുട്ടാടിനെ, പുരോഹിത അഭിഷേകത്തിൻ്റെ മുട്ടാടിനെ കൊണ്ടുവന്നു. അഹ്റോനും പുത്രന്മാരും അതിൻ്റെ തലയിൽ കൈകൾ വെച്ചു. മോശ അതിനെ കൊന്ന് കുറെ രക്തമെടുത്ത് അഹ്റോൻ്റെ വലത്ത് ചെവിയുടെ അഗ്രത്തിലും വലത്ത് കൈയുടെ തള്ളവിരലിലും വലത്തുകാലിൻ്റെ പെരുവിരലിലും പുരട്ടി. പിന്നീട് അഹ്റോൻ്റെ പുത്രന്മാരെ അടുക്കൽ വരുത്തി കുറച്ചു രക്തം ഓരോരുത്തരുടെയും വലത്തു ചെവിയുടെ അഗ്രത്തിലും വലത്തു കൈയുടെ തള്ളവിരലിലും വലത്തുകാലിൻ്റെ പെരുവിരലിലും പുരട്ടി. ശേഷിച്ച രക്തം ബലിപീഠത്തിനു ചുറ്റും ഒഴിച്ചു. കൊഴുത്ത വാലും ആന്തരിക അവയവങ്ങളിന്മേലുള്ള മേധസ്സും കരളിന്മേലുള്ള നെയ്വലയും ഇരുവൃക്കകളും അവയുടെ മേധസ്സും വലത്തെ കുറുകും എടുത്തു. കർത്താവിൻ്റെ സന്നിധിയിൽ പുളിപ്പില്ലാത്ത അപ്പമിരിക്കുന്ന കുട്ടയിൽ നിന്ന് ഒരപ്പവും എണ്ണ ചേർത്ത ഒരപ്പവും ഒരടയുമെടുത്ത് മേധസ്സിന്മേലും വലത്തെ കുറുകിന്മേലും വെച്ചു. ഇവയെല്ലാം അവൻ അഹ്റോൻ്റെയും പുത്രന്മാരുടെയും കൈകളിൽ വെച്ച് കർത്താവിൻ്റെ മുമ്പിൽ നീരാജനം ചെയ്തു. അനന്തരം മോശ അവ അവരുടെ കൈകളിൽ നിന്നെടുത്ത് ബലിപീഠത്തിന്മേൽ ദഹനബലി വസ്തുക്കളോടൊപ്പം വെച്ച് ദഹിപ്പിച്ചു. അഭിഷേക ബലിയായി കർത്താവിന് പ്രീതികരമായ സൗരഭ്യമായി അർപ്പിച്ച ദഹനബലിയാണിത്. മോശ അതിൻ്റെ നെഞ്ച് കർത്താവിൻ്റെ സന്നിധിയിൽ നീരാജനം ചെയ്തു. കർത്താവ് കൽപ്പിച്ചതുപോലെ അഭിഷേക ബലിയാടിൽ നിന്ന് മോശയ്ക്കുള്ള ഓഹരിയായിരുന്നു അത്. അനന്തരം മോശ കുറച്ച് അഭിഷേക തൈലവും ബലിപീഠത്തിന്മേലുള്ള രക്തവും എടുത്ത് അഹ്റോൻ്റെയും അവൻ്റെ വസ്ത്രങ്ങളുടെയും മേലും പുത്രന്മാരുടെയും അവരുടെ വസ്ത്രങ്ങളുടെയും മേലും തളിച്ചു. അങ്ങനെ മോശ അഹ്റോനെയും അവൻ്റെ വസ്ത്രങ്ങളെയും പുത്രന്മാരെയും അവരുടെ വസ്ത്രങ്ങളെയും വിശുദ്ധീകരിച്ചു. മോശ അഹ്റോനോടും പുത്രന്മാരോടും പറഞ്ഞു, സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ വെച്ച് മാംസം വേവിക്കണം. ഞാൻ കൽപ്പിച്ചിട്ടുള്ളതനുസരിച്ച് അതും അഭിഷേക കാഴ്ചകളുടെ കുട്ടയിലുള്ള അപ്പവും അഹ്റോനും പുത്രന്മാരും അവിടെ വെച്ച് ഭക്ഷിക്കണം. ശേഷിക്കുന്ന അപ്പവും മാംസവും തീയിൽ ദഹിപ്പിക്കണം. അഭിഷേകത്തിൻ്റെ ദിവസങ്ങൾ തീരുന്നതുവരെ 7 ദിവസത്തേക്ക് സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ നിന്ന് പുറത്തു പോകരുത്. എന്തെന്നാൽ അഭിഷേകത്തിന് 7 ദിവസം വേണം. ഇന്ന് ചെയ്തത് കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് നിങ്ങളുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയാണ്. ആകയാൽ കർത്താവിൻ്റെ കൽപ്പനകൾ കാത്തുകൊണ്ട് 7 ദിവസം രാവും പകലും നിങ്ങൾ സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ കഴിയുവിൻ, അല്ലെങ്കിൽ നിങ്ങൾ മരിക്കും. എന്തെന്നാൽ ഇങ്ങനെയാണ് കർത്താവ് എന്നോട് കൽപ്പിച്ചിരിക്കുന്നത്. മോശ വഴി കർത്താവ് കൽപ്പിച്ചിരുന്നതെല്ലാം അഹ്റോനും പുത്രന്മാരും നിറവേറ്റി. കർത്താവിൻ്റെ വചനം.